തേങ്ങയിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി വെച്ചാലോ? പോവാം. അപ്പം ഈ ചിക്കൻ കറി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചോറിൻ്റെ ഒപ്പം വെറുതെ ഒരു കുഴച്ചൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ടേസ്റ്റാണ്. ഈ തേങ്ങ വറുത്ത് നമ്മളിങ്ങനെ കോരിയിടല്ലേ കഷ്ണങ്ങളൊക്കെ, അങ്ങനെയല്ല കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഈ കറിയും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് പോയാലോ? ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നിർബന്ധമായിട്ടും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. കാരണം നമ്മളൊരു മുഴുവൻ തേങ്ങയും ഒരു നാടൻ രീതി ആയതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് മാറ്റി ഉപയോഗിക്കാം. പക്ഷെ നിർബന്ധമായിട്ടും അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നമുക്ക് നല്ലത്. അത് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ തന്നെയാണെങ്കിൽ അത്രയും നല്ലത്. കഷ്ണങ്ങളെക്കാളും നല്ലത് ചിരവിയുള്ള തേങ്ങ തന്നെയാണ്. അതുപോലെ ചിരവിയിട്ടുള്ള തേങ്ങയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചിരവുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടിയിരുന്നല്ലാതെ അധികവും നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ചുവക്കുന്ന പോലെ അങ്ങോട്ട് വറുത്തെടുക്കണം. അപ്പൊ നല്ല ഇത് ഈ മൂപ്പിച്ചെടുക്കുന്നതിൽ ഒരുമാതിരി കരിയാനും പാടില്ല, എന്നാൽ പിന്നെ ഒരുപാട് വറുക്കാതിരിക്കാനും പാടില്ല. അപ്പോൾ ആ ലെവലിലേക്ക് ഒന്ന് വറുത്ത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈമിംഗ് ആവും ഈ കറി വെക്കാൻ. പെട്ടെന്ന് ക്വിക്കായിട്ട് ആവുന്നൊരു കറിയല്ല. അപ്പോൾ ഒന്ന് വറുത്തെടുക്കേണ്ട ടൈം അത് അത്രേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഒന്ന് വറുത്തിട്ട് നമ്മൾ പിന്നെ വെള്ളമില്ലാതെ ഇങ്ങോട്ട് വറുത്തെടുക്കുന്ന ഒരു കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ വറുത്ത് വരുന്നൊരു മണം ഉണ്ടല്ലോ ദൈവമേ, അത്ര മണം അത്ര ടേസ്റ്റുമാണത്. എന്താ പറയുക, ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പൊ അപ്പത്തിന് ചപ്പാത്തിക്കൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിലും കറി ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും, ഗ്രേവി ഒന്നും ഇല്ലാതെ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. ചോറിനാണെങ്കിൽ പറയുക വേണ്ട, അത്രയും ടേസ്റ്റാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി തേങ്ങ ഇട്ടിട്ടുണ്ട്, ഒരു പിടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് ചുവക്ക് വറുത്തങ്ങോട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ ഒത്തിരി സമയം എടുത്തിട്ടുള്ള പണിയായതുകൊണ്ട് തന്നെ ഇത്തിരി സമയം എടുത്താലും രുചിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലെ, അങ്ങനെ ഇഷ്ടമുള്ളവർ ആരും ഇല്ലാതില്ലല്ലോ. രുചി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. നമ്മളത് ഇതുപോലെ വറുത്ത് ഇത് ഞാൻ എന്താ പറയുക, ആദ്യം ഞാൻ പരീക്ഷണമായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് കൊണ്ട്. പിന്നെ ഒരു വട്ടം ഉണ്ടാക്കി, രണ്ടു വട്ടം ഉണ്ടാക്കി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ലായിരുന്നു. ഇതുപോലെ കരിയാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതാണ് ആദ്യത്തെ പണി. അത് കഴിഞ്ഞിട്ട് ഇതേ ചട്ടിനി ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ചട്ടിനി ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണയ്ക്കൊന്നും ഒരുപാട് പരിപാടിയില്ലാന്ന് വെച്ചാൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കഴിഞ്ഞോട്ടോ, പിന്നെ നമുക്ക് എണ്ണൻ്റെ ആവശ്യം വരുന്നില്ല. ആദ്യം വറുക്കാനായിട്ട് കുറച്ച് എണ്ണ വേണം, പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണം അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുഞ്ഞുള്ളിയാണ്. ഒരു 1/4 കിലോളം വലിയ വലിയ ചെറിയ ഉള്ളികൾ ഇട്ടുകിടക്കുന്ന സൗകര്യമായിരുന്നു. അത്രയും ഉള്ളി എടുത്തിട്ട്, ഈ കുഞ്ഞുള്ളിന്റെ നിർബന്ധമാണ് കേട്ടോ, അതിൽ ഉള്ളിയും തേങ്ങയാണ് ഒരു ടേസ്റ്റ്. അതുപോലെ ചെറിയ ഉള്ളി നന്നായിട്ട് എന്താ പറയുക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതും ചുവക്കെ വറക്കണം, വഴറ്റിയെടുക്കണം. അപ്പൊ ഈ ഞാൻ പറയാം, ഇതിൽ വഴറ്റിയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെയാണ് സമയം കൂടുതലും ടേസ്റ്റ് കൂടുതലും എന്ന് പറയാം. വഴറ്റിയെടുക്കുക, നന്നായിട്ട് ചുവക്കെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇടണം. അപ്പം ഇത് വഴണ്ടി വരുന്ന സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. കാരണം ഇതിൽ വഴലിന് മുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു, പുള്ളി നേരെ വഴണ്ടി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ളി വഴണ്ടിയ ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുള്ളിൻ്റെ മണം കണ്ടപ്പോൾ ഉണ്ണി ഇങ്ങനെ പറയുന്നത് അമ്മ അടിപൊളി മണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ഞാൻ ഈ ചിക്കനിൽ വെറൈറ്റി പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എപ്പോഴും നമ്മളൊരു കറിയും സാധാരണ റോസ്റ്റ് ഉണ്ടാക്കി മടുക്കുമ്പോൾ നമ്മൾ വേറെയും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എന്തെങ്കിലും കഴിഞ്ഞ് അത് സക്സസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ബാക്കിയുള്ളവർക്കൊന്നും ഹെൽത്തി പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ കുറേ വട്ടം ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുണ്ടോ, ഒരു മാറ്റമില്ല. ഇനിയിപ്പോൾ തേങ്ങൻ്റെ മണം അങ്ങനെ ഇഷ്ടമില്ലാതെ കുറച്ച് പേരുണ്ടെങ്കിൽ അവർ അത് സ്കിപ്പ് ചെയ്യുക. അതിൽ തേങ്ങൻ്റെയും വെളിച്ചെണ്ണൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അത് ഇഷ്ടപ്പെടുന്ന നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഈ കൂട്ടുകറിയൊക്കെ ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇത്. എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ തേങ്ങനെ വറുത്തൊക്കെയാണല്ലോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം ഇതിങ്ങനെ വഴറ്റി എടുക്കാം. ഇത് ഇത്തിരി മെനക്കെട്ട പണി തന്നെയാണ്. നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇതിന് പിന്നാലെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഈ വയറ്റിലെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഫ്രീ ആവുന്ന ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ വെറൈറ്റി പരീക്ഷിക്കാൻ നോക്കാവുന്ന ദിവസങ്ങളിൽ മാത്രമായിട്ട് ഈ കറികൾ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു വിരുന്നുകാർ വരികയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കറി ഉണ്ടാക്കണമെങ്കിലോ ഒരിക്കലും നമ്മൾ ഈ കറിയിലേക്ക് പരീക്ഷിക്കരുത്, സമയം പോവും. ഈ സമയത്ത് നമുക്ക് വേറെ 2 കറികൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ കറിക്ക് മാത്രമായിട്ട് സമയം മാറ്റി വെക്കാൻ പറ്റുന്നവർ മാത്രമേ ഈ കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയല്ല. കാരണം ഈ വയറ്റുന്ന സമയം മുഴുവൻ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറയുന്നത്. അതിലേക്ക് നമ്മളിനി ഇത് വഴറ്റിട്ടില്ല, കുറച്ചുകൂടി വഴറ്റിട്ട്
ശരിക്കും ചില സമയത്ത് ഞാൻ അമ്മനെ വിളിക്കലുണ്ട്. കുറച്ച് നേരം അമ്മ ഒന്ന് പിടിക്കുമോ നിർക്കാനും കുഞ്ഞാപ്പനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകല്ലോ. അപ്പോൾ അത് ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അടുത്തന്നെ നിന്ന് ചെയ്യേണ്ട പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും മെനക്കെട്ട പണിയൊന്നും. ഒട്ടും മെനക്കെട്ടില്ല. ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്തിരി നമ്മൾ സമയം മാറ്റി വെക്കണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്നെ വഴറ്റിയെടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് മാറ്റി വെച്ച ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം അത് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, വേണമെങ്കിൽ കുറച്ച് ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുക. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ വെച്ചാലും കുഴപ്പമില്ല. മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ വഴണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കളർ മാറി അതിന് മുരിഞ്ഞ് വരെ പരുവത്തിലേക്ക് എത്തും. അതായത് കരിയണ്ട, ഒരുമാതിരി ചുവന്ന കളർ ആവണ്ട, ഒന്ന് വഴണ്ട് ഒരു ക്രിസ്പിനെസ് തോന്നുന്നു. നമുക്കൊരു ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മൾ ഈ പൊടികളൊക്കെ ആയിട്ട് നോക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളായിട്ട് ഒന്നും വാട്ടിയെടുക്കുക. അതിന് കരിയാൻ പാടില്ല. ഒരു പേസ്റ്റ് പച്ചമണം മാറുന്ന വരെ ഒന്ന് മാറ്റി നിന്ന് വറുത്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഒരു ചെറിയ തൊണ്ടവേദന മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പം ഇത്തിരി കുറവ് പോലെ തോന്നിയതുകൊണ്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ക്ലിയർ ആക്കണോണ്ടോ. അപ്പം ഇതെല്ലാം ചിക്കനിലേക്ക് പിടിച്ച് ഈ മസാലകളൊക്കെ പിടിച്ച് വരട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് ഉപ്പൊക്കെ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വലിയ കരണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി മറയ്ക്കണം അങ്ങോട്ട്. കാരണം ഈ മസാലകളും ഈ ഉള്ളിയും എല്ലാം അങ്ങോട്ട് നമുക്കിതിലേക്ക് വരണം. ഇനി നമുക്ക് ഈ തേങ്ങ ഇപ്പം ചേർക്കേണ്ടതില്ല. ഇത് വെള്ളമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി വിട്ടിട്ട് ഇതിന് ചിക്കനിൽ തന്നെ വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരണം. ആ ഒരു സമയം നമുക്കെടുക്കും. അപ്പോൾ ഞാൻ ശരിക്കും ഒരു 3/4 മണിക്കൂറുള്ള സമയം എടുത്തിട്ടാണ് ഈ കറി വെച്ചത്. അപ്പോൾ ആ ഒരു ടൈമിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മസാലകളും ഈ ഉള്ളിയും ചിക്കനും എല്ലാം കൂടി നമ്മൾ വഴച്ചെടുക്കും. ഒരിക്കലും മസാലകൾ കൂടിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് മാത്രം ചിക്കനിൽ ഇടുക. അതിൻ്റെ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി കണക്കുണ്ടെങ്കിൽ 2 സ്പൂൺ കണക്കുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ചിക്കനിലേക്ക് ഇട്ടിട്ട് ബാക്കി നമ്മൾ മസാല റോസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചിക്കനിലേക്ക് അത് പിടിച്ച് കിട്ടും. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിൻ്റെ ഉണ്ണി നോക്കിയിട്ട് ഒരു ഉള്ളി ടേസ്റ്റ് ചെയ്യുക. നമ്മൾ ഉപ്പില്ലെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പിടലൊക്കെ അവൻ തന്നെയാണ് കേട്ടോ. കുറച്ചിട്ടു. പിന്നെ അവൻ പറഞ്ഞാൽ ഇച്ചിരി ഇതൊന്നും കിട്ടും. പക്ഷെ കൂടിയിട്ടില്ല കേട്ടോ. അവൻ്റെ കുഞ്ഞു കയ്യിലതുകൊണ്ട് ഇത്തിരിച്ചിട്ട് ഇതിലായിരുന്നു. എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് ഉണ്ണി. അപ്പം അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ വന്ന് അതിൻ്റെ വറ്റി എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. ഇതുപോലെ നല്ല റോസ്റ്റായിട്ട് വരും. ഇത് ഇനിയിപ്പോൾ തേങ്ങ ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും ഇങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങയും കൂടി ഇട്ട് നമ്മളായിട്ടൊരു ക്ലിയർ ആയിട്ട് നമുക്കൊരു ഇത് വരുള്ളൂ. അപ്പം ഇതുപോലെ വരട്ടി എണ്ണയൊന്നും ഇല്ലാതാവുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതാവുമ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ചിക്കനും തേങ്ങയും വറുത്തത്, അല്ലെങ്കിൽ വറുത്ത തേങ്ങയിട്ട ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്. ആരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവുമോ എനിക്കറിയില്ല. ഉണ്ടാക്കി തന്നെ നോക്കണം നിങ്ങൾ. അത്ര ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതന്നെ മതി. ചിക്കൻ ഗ്രേവി വേണമെന്ന് അവർക്ക് ചോറിൽ തന്നെ കുഴച്ച് കഴിക്കാൻ ഇതന്നെ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. സീ യു.